കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, ദൈവമേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. ഇതാ കർത്താവ് നമ്മളുടെ മുന്നിൽ അണിഞ്ഞിരിക്കുകയാണ്, നമുക്ക് ജീവൻ നൽകാൻ, നമുക്ക് ശക്തി പകരാൻ. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. എല്ലാവരും മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ നീട്ടിപ്പാടിടാം. മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ നീട്ടിപ്പാടിടാം. നാഥാവരേണമേ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് എന്നിൽ നിറയണമേ. ചേർന്ന് പാടാം. നാഥാ വരേണമേ, നാഥാ വരേണമേ.
നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise you, Jesus. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യം ഈശോ കാലത്തിൻ്റെ അവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് മനുഷ്യാവതാരത്തിൻ്റെ ക്രിസ്മസിൻ്റെ ഒക്കെ എല്ലാം ഒരു തുടർച്ചയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, കർത്താവിൻ്റെ പിറവി തിരുനാളും ക്രിസ്മസും എല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു നിലപാടാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പൊതുവായ ഒരു നിലപാടുണ്ട്. ഇപ്പം നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്ന എന്താ? രശ്മികൾ. അതിനെന്തൊക്കെ ഉണ്ടാകും? വെളിച്ചവും ഉണ്ടാകും, ചൂടും ഉണ്ടാകും. ഇതുപോലെ ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാ വചനങ്ങൾക്കും വചനത്തിൻ്റെ മാംസധാരണങ്ങൾക്കും എല്ലാം ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാകും. ഈ ദൈവസ്വഭാവം കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നത് ശൂന്യവൽക്കരണത്തിലാണ്. അതിൻ്റെ ആൽഫയും ഒമേഗയുമായിട്ടാണ് മനുഷ്യാവതാരവും ദിവ്യകാരുണ്യവുമായിട്ട് വരുന്നത്. എല്ലാവരും ഇത് തന്നെയാണ് ക്രിസ്തു അനുഭവം എന്ന് പറയണത്. നമ്മൾ അതുകൊണ്ട് ദുഃഖത്തെക്കുറിച്ച് സന്തോഷത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുമ്പോൾ ഇപ്പോഴേ ഈശോ പറയും, എൻ്റെ അമ്മയുടെ ദുഃഖം പോലെയാണ് ദുഃഖമെന്ന്. അങ്ങനെയാണ് ഈശോ പറയുന്നത്. ദുഃഖത്തെക്കുറിച്ച് പറയുമ്പോഴും സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോഴും ഈശോ അത് തൻ്റെ അമ്മയിൽ കണ്ട ദുഃഖവും അമ്മയിൽ കണ്ട സന്തോഷവുമായിട്ടാണ് പറയണത്. ഈശോ അമ്മയെ എപ്പോഴും രക്ഷാകര സംഭവത്തിൻ്റെ നിർണായകമായ സോഴ്സ് എന്ന രീതിയിൽ അമ്മയെ സ്ത്രീ എന്നാണ് ഈശോ വിളിക്കുന്നത്. ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഈശോ പറഞ്ഞു, സ്ത്രീക്ക് പ്രസവവേദന വന്നതും പോലെയാണെന്ന്. ഈശോനെ അമ്മ പ്രസവിച്ചതിന് ശേഷം അമ്മയുടെ ദുഃഖം അമ്മ മറക്കും. അതുപോലെയാണ് എല്ലാ ദുഃഖങ്ങളെയും ഈശോ പറയണത്. എല്ലാ ദുഃഖങ്ങളും ഈശോയുടെ നാമത്തിൽ എടുത്തു കഴിയുമ്പോൾ അതൊക്കെ സന്തോഷമായിട്ട് മാറും. പല കാര്യങ്ങളും വിട്ട് കളഞ്ഞാൽ മതി. ഈ സന്തോഷത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ? ഇപ്പോൾ എനിക്ക് ഈ ശൂന്യവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പൗലോസിൻ്റെ വചനങ്ങളാണ്. പൗലോസ് ഫിലിപ്പി 2:6 പ്രസിദ്ധമായ വചനമാണ്. അവിടെ പ്രകൃത്യാ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി, അതിനാണ് ദൈവം അവനെ അത്യധികം ഉയർത്തിയത്. അതാ സന്തോഷമായിട്ട് വരണം. കണ്ടില്ലേ? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകിയെന്ന് ഞാൻ പറയാൻ കാരണം, ഇത് എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. പക്ഷെ ഇവിടെ ഇത് കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പരിഗണിച്ചില്ല എന്നുള്ള വാക്കില്ലേ. ഈ ക്രിസ്മസ് ഒരു കളയലിൻ്റെ ഒരു സുവിശേഷമാണ്. അമ്മ എല്ലാ ദുഃഖങ്ങളെയും സന്തോഷമാക്കണേ എങ്ങനെയാണ്? വിട്ടുകളഞ്ഞിട്ടാ. ഈ ദാസൻ്റെ പ്രകൃതി തന്നെ അതല്ലേ, വിട്ടുകളയും. അവൻ തർക്കിച്ചില്ല, ബഹളം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവൻ വിട്ടുകളഞ്ഞെന്ന്, അവൻ പരിഗണിച്ചില്ല എന്ന്. ഇപ്പം സകനദാസനെ കുറിച്ച് പറയുമ്പോൾ ഐസയ 53:7 അവൻ തർക്കിച്ചില്ല, ബഹളമുണ്ടാക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്കിക്കാനോ ബഹളമുണ്ടാക്കാനുള്ള വിഷയങ്ങളെ അവൻ വിട്ടുകളഞ്ഞു, പരിഗണിച്ചില്ല എന്ന് എൻ്റെ അർത്ഥം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ശക്തി നിന്നെ പരിഗണിക്കും, ശക്തി നിന്നെ പ്രസരിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് അമ്മ പറയണില്ലേ.
അതെന്താ? അതും ഒരു വിട്ടുകളഞ്ഞതാണ്. പുരുഷനെ അറിയാത്തതിൻ്റെ പേരിൽ, പുരുഷനെ അറിയാതെ പ്രഗ്നൻ്റ് ആകുമ്പോൾ, ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യമായ ഭവിഷ്യത്തുകൾ അമ്മ വിട്ടുകളഞ്ഞെന്ന്. അത് കളഞ്ഞ്. അങ്ങനെയാണ് അമ്മ അത് ഉൾക്കൊള്ളാൻ അമ്മയ്ക്ക് സാധിച്ചത്. വിട്ടുകളയൽ ഭയങ്കരമാണ്. ആ പ്രസവത്തിൻ്റെ സമയത്ത് 72 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ കെർനേസിസിൻ്റെ സെൻസസ് വന്നില്ലേ? അതുണ്ടാക്കിയ പുലിവാലും ഏടാകൂടങ്ങളും എന്തൊരു പ്രക്ഷുബ്ധതയാണ് അമ്മയുടെ മനസ്സിലുണ്ടാക്കിയത്. അതൊന്നും വിട്ടുകളഞ്ഞ് പരിഗണിച്ചില്ല. അമ്മ യാത്രയായി. സ്വന്തം വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നാണ് പെരുവഴിയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴും അമ്മ അത് വിട്ടുകളഞ്ഞ് പരിഗണിച്ചില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ അവനെന്താ ചെയ്തത്? സകലദാസൻ തർക്കിച്ചില്ല, ബഹളം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ തർക്കിക്കാനോ ബഹളമുണ്ടാക്കാനോ ബാർഗൈൻ ചെയ്യാനോ അത് നേടാനോ ഉണ്ടാകുന്ന വിഷയങ്ങളെ അവൻ വിട്ടുകളഞ്ഞു. ഇതെങ്ങനെ അതുപോലെ ഇതെങ്ങനെ കർത്താവിൻ്റെ ദാസിയാകണത് എങ്ങനെയാണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേ, ആ പുരുഷനെ അറിയാതെ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്താലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത പ്രക്ഷുബ്ധമായ അവസ്ഥ, അവഹേളനങ്ങൾ, അപമാനങ്ങൾ അവൾ വിട്ടുകളഞ്ഞു. അങ്ങനെയാണ് വിട്ടുകളഞ്ഞാണ് നമ്മൾ ദാസന്മാരും ദാസിയാകുന്നത്. അതിൻ്റെ ആന്തരികമായ സന്തോഷമാണ് ക്രിസ്മസിൻ്റെ സന്തോഷം. എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് ഒരു ഗർഭിണിക്ക് പ്രസവിക്കാൻ ഇത്തിരി സ്ഥലം തരണമെന്ന് പറയുമ്പോൾ അവർ ലൂക്ക 2:7 എഴുതിയിരിക്കുന്ന പോലെ അവർ വാതിൽ മുഖത്തിന് നേരെ കൊട്ടിയടക്കുമ്പോഴേ, അടുത്ത വീട്ടിലോട്ട് പോകുമ്പോൾ അവർ കാണിച്ച ഒരു മനുഷ്യത്വമില്ലായ്മ മറിയം വിട്ടുകളഞ്ഞു, പരിഗണിച്ചില്ല. പരിഗണിക്കാതെയാണ് ക്രിസ്മസ് ഉണ്ടാകണത്. പല കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ നമുക്ക് ദുഃഖമാണ് ഉണ്ടാകണത്. ക്രിസ്മസിൻ്റെ സന്തോഷം പരിഗണിക്കാതെ ദൈവത്തിന് തിരുമനസ്സിനെ സമർപ്പിക്കുമ്പോഴാണ്. തിരിച്ച് പാതിരാത്രി വന്ന് ചാണാക്കുഴിയിൽ പെറ്റുകിടക്കുമ്പോൾ അതുമൂലം പെറ്റതറിയാൻ വേണ്ടി ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോഴും മറിയം അത് പരിഗണിച്ചില്ല, വിട്ടുകളഞ്ഞു. നമ്മളെ പീഡിപ്പിച്ചവർ, ഞെരുക്കുന്നവർ, അറിഞ്ഞും അറിയാതെയൊക്കെ സങ്കടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കി തന്നവരുണ്ടാക്കിയിട്ടുള്ള എല്ലാവിധ വിഷമസന്ധികളെയും നമ്മൾ വിട്ടുകളയുമ്പോൾ കർത്താവിൻ്റെ ദാസനാകുമ്പോഴാണ് ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മളെ നിറയണത്. കഴിഞ്ഞ കാലങ്ങൾ വന്നു പോയിട്ടുള്ള ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ സഹപ്രവർത്തകരോ മൂലം ഉണ്ടായിട്ടുള്ള എല്ലാ വിഷമസന്ധികളെയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട്, യേശുവിൻ്റെ നാമത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് ക്രിസ്മസിൻ്റെ സന്തോഷം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും വേദനകളും പരിഗണിക്കാതെ വിട്ടുകളഞ്ഞതുപോലെ കർത്താവേ, ക്രിസ്മസിൻ്റെ പുണ്യസ്മരണകൾ അവയിറക്കുമ്പോൾ കർത്താവേ, എല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തോട് നിറയാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴണമേ, ഞങ്ങളുടെ മനസ്സിൽ വന്ന് നിറയണമേ. കർത്താവിൻ്റെ ചൈതന്യം നിറയാൻ ഈശോ നമ്മളിൽ പിറക്കാനായിട്ട് ഹൃദയപൂർവ്വം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും ആരൂപം, കനിവോലും ആരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും ആരൂപം, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ക്രിസ്മസ് കർത്താവേ, ദൈവസ്നേഹ നിറവോടെ സ്പർദ്ധയും വിദ്വേഷവും വിട്ടുകളയാൻ ദൈവത്തിൻ്റെ ശക്തി നൽകണമേ.
ഞങ്ങളുടെ സഹോദര സ്നേഹങ്ങൾ കർത്താവെ, ഞങ്ങളുടെ അയൽപക്ക ബന്ധങ്ങൾ കർത്താവെ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, ഇടവക ബന്ധങ്ങൾ കർത്താവിൽ നിന്ന് എല്ലാ പാളിച്ചകളും വിഷമതകളും പ്രയാസങ്ങളും എല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് കർത്താവിനെ വരവേൽക്കാൻ, കർത്താവെ ദൈവസ്നേഹത്തോടെ വരവേൽക്കാൻ ഈശോയെ ഞങ്ങൾ നിറയണമേ, അഭിഷേകമാകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. നല്ലവനായ ഈശോ, ഞങ്ങളിപ്പോൾ കേൾക്കുന്ന സാക്ഷ്യം കേൾക്കുമ്പോഴേ ഞങ്ങളെ വിശ്വാസം നിറഞ്ഞ കർത്താവ്, നിന്നെ ഇതുപോലെ ഞങ്ങളും പ്രാപിക്കാൻ വേണ്ടി സ്നേഹത്തിനെതിരായിട്ടുള്ള എല്ലാവിധ വിഷമസന്ധികളെയും, ഞെരുക്കങ്ങൾ, വൈരാഗ്യങ്ങൾ, നിരാശകൾ, മറ്റുള്ള വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വിട്ടുകളഞ്ഞ് ഹൃദയം സ്വതന്ത്രമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് നിഷ, എൻ്റെ ഹസ്ബൻഡ് റോയ്, കുഞ്ഞിൻ്റെ പേര് ടെസ്സാമരിയ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. 2015 ഞങ്ങൾ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ലീവിന് 2015 നാട്ടിൽ വന്നപ്പം മൂവാറ്റുപുഴയിലുള്ള സബൈൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവിടെ ചെന്ന് ലാപ്രോസ്കോപ്പി ചെയ്തു. ഞാൻ ഉടനെ പ്രഗ്നൻ്റായി. 3 ആഴ്ച കഴിഞ്ഞപ്പം അത് 6 ആഴ്ച കഴിഞ്ഞപ്പം അബോർഷനായിപ്പോയി. പിന്നീട് എത്ര ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോയായിരുന്നു. എല്ലാവരും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാവരിൽ നിന്ന് ഉൾവലിഞ്ഞൊരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഇരിക്കുമ്പം 2017 ഡിസംബറിൽ ഞങ്ങൾ വീണ്ടും ലീവിന് നാട്ടിൽ വന്നു. അപ്പം പപ്പായുടെ ഏറ്റവും പെങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോകണം, നിങ്ങൾ ഉടമ്പടി എടുക്കണം. അപ്പം ഞങ്ങളത് കേട്ടിട്ട് 2018 ജനുവരി 12-ാം തീയതി മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഫസ്റ്റ് നിയോഗം ഞങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടിയായിരുന്നു. കുഞ്ഞ് പറഞ്ഞത് എന്താണ്? അമൂക ഭാഷയിൽ പറഞ്ഞ മറ്റൊന്നുമല്ല. ഞാൻ ജനിച്ചതിന് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ട, ഈ കരയുകയാണോ ചെയ്യുന്നതെന്നാണ് അമ്മയെടുത്ത് ആ കുഞ്ഞ് ചോദിക്കുന്നത്. മാതാവിൻ്റെ ഫസ്റ്റ് ഉടമ്പടി വെച്ച നിയോഗം പോലെ ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. പിന്നെ ഇന്ന് വരെ ഒരു കുഴപ്പമുണ്ടായില്ല. എന്നും കൊന്ത ചെല്ലുമ്പോൾ ഒരു നിയോഗമായിരുന്നു, പൂർണ്ണ വളർച്ചയും ആരോഗ്യവും സൗന്ദര്യവും ദൈവിക മഹത്വമുള്ളൊരു കുഞ്ഞിനെ തരണമെന്ന്. അതുപോലെ തന്നെ 40-ാമത്തെ ആഴ്ച കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ സിസേറിയനിലൂടെ എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തു. ഡോക്ടർ കുഞ്ഞിനെ ആദ്യം കൈകൊണ്ട് തന്നിട്ട് പറഞ്ഞു, നിഷ 10 വർഷത്തെ നിൻ്റെ കാത്തിരിപ്പിന് ദൈവം തന്ന പുണ്യത്തെ കണ്ടുവന്ന്. അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ആ സമയം മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. നല്ലവനായ ഈശോ, ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങൾ ഞങ്ങൾ വിശ്വാസം നിറച്ചോ, ദൈവസ്നേഹം നിറച്ചോ, നിൻ്റെ ശൂന്യവൽക്കരണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു നയവും നിലപാടും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ മനുഷ്യാവതാരത്തിൻ്റെ അവസാന രൂപമാകാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകി. കർത്താവെ, ഞങ്ങളിനി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ ദൈന്യത പിടിച്ച ഓരോ ചുറ്റുപാടുകൾ അങ്ങയുടെ മക്കൾക്കുണ്ട്. അങ്ങയുടെ പരിശുദ്ധ അമ്മ ഓരോ കൈവരിച്ച നിലപാടുകൾ ഓരോ വിഷയത്തിലേക്ക് അത് അത്രയും ഞങ്ങൾ ആധ്യാത്മികമായി വളർത്താൻ നിന്റെ ദൈവസ്നേഹത്താൽ ഞങ്ങൾ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സാക്ഷ്യത്തിന്റെ അഭിഷേകമാകാൻ കേട്ട സാക്ഷ്യത്തിന് നിറവോടുകൂടി കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവസ്നേഹത്തിൽ നിറയാൻ അഭിഷേകമാകണമേ. കരങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പാടട്ടെ. എന്നിൽ നിറയണമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവേ, എല്ലാ ഭവനങ്ങളും അങ്ങയുടെ ജാതി മതഭേദമന്യേ എല്ലാ മക്കളുടെ മനുഷ്യ മക്കളുടെയും ഭവനങ്ങളെ
ഈ ക്രിസ്മസ് കാലത്ത് അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുകയാണ്. സന്തോഷമില്ലാത്ത കുടുംബങ്ങളാണ്, വ്യക്തികളുടെ നിലപാടുകൾ മൂലം, കഠിനമായ ഹൃദയങ്ങളുടെ പെരുമാറ്റങ്ങൾ മൂലം സന്തോഷമില്ലാത്ത കുടുംബങ്ങളാണ്, പലരുടെയും ദാർഢ്യത്തോടെ പെരുമാറ്റം മൂലം നിരാകരിക്കപ്പെട്ടിട്ടുള്ള വഴിയരികിലായിപ്പോയ കുടുംബങ്ങളാണ്. എല്ലാ കുടുംബങ്ങളെയും കർത്താവെ ആട്ടിടയന്മാരെ വിട്ട് സന്ദർശിച്ചതുപോലെ, പൂജ്യരാജാക്കന്മാരെ വിട്ട് സന്ദർശിച്ചതുപോലെ കർത്താവെ നിന്റെ സന്ദർശന സമയമായി മാറുവാൻ ഈ സങ്കട സാഹചര്യങ്ങളെ അങ്ങ് ഒരുക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ വരേണമേ, അകന്നുപോയ കുടുംബങ്ങളിൽ വന്നിറയണമേ, സഹോദര പിണക്കത്തിൽ വന്നിറയണമേ, തകർക്കപ്പെട്ട കുടുംബങ്ങളിൽ വന്നിറയണമേ, ജീവൻ പകരണമേ, ഈശോയെ നിറയണമേ. കർത്താവെ അന്വേഷിച്ചു വരാനുള്ള മകൻ മരിച്ചുപോയ മാതാപിതാക്കന്മാരുണ്ട് ഈ വർഷം. അന്വേഷിച്ചു വരാനുള്ള മകള് മരിച്ചുപോയ മാതാപിതാക്കന്മാരുണ്ട് ഈ വർഷം. ആ മാതാപിതാക്കന്മാർക്ക് ക്രിസ്മസ് ഇല്ല. ആ സഹോദരങ്ങൾക്ക് ഉറ്റവർ ഉടവർ വേർപിരിഞ്ഞവർ ക്രിസ്മസ് ഇല്ല. കർത്താവെ അവരുടെ പൊള്ളുന്ന ഹൃദയത്തിലേക്ക് ചുടി കണ്ണുനീരും അവരുടെ മുഖത്തേക്ക് വീഴുമ്പോൾ കർത്താവെ നിന്റെ തിരുമുറിവാർന്ന് വലതുകരത്തിന്റെ സാന്ത്വനങ്ങൾ അവർക്ക് നൽകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങള്, വേർപാട് ദുഃഖം പേരെ നിറയുന്ന കുടുംബങ്ങള്, അവരുടെ മനസ്സിന് നിരാശയിൽ ഈശോയെ നിറയണമേ, ഈശോയെ സൗഖ്യം പകരണമേ, അവരുടെ ജീവിതം നിറയണമേ, ഈശോയെ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായി. കർത്താവെ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ജീവിത പങ്കാളികളുണ്ട് ഈശോയെ. അവർക്കും ക്രിസ്മസ് ഇല്ല. ഈശോ ഒരു കുഞ്ഞ് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതുണ്ട് ഈശോയെ. കർത്താവെ വചനം മാംസമായവനെ എല്ലാവർക്കും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും വീട്ടിൽ സന്തോഷത്തിന് ക്രിസ്മസ് ഉണ്ടാകാൻ ഇടയാക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊടുക്കട്ടെ. കർത്താവേ സന്താനരഹിതരെ സമർപ്പിക്കുന്നു. കർത്താവേ സന്താനരഹിതരെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ കുടുംബങ്ങൾ തോടെ ക്രിസ്മസിന്റെ പുലരിൽ വരണമേ, സന്തോഷം അവർക്ക് പകരണമേ, സന്താന സൗഭാഗ്യം നിറയണമേ, ഈശോയെ നിറയണമേ, ഈശോയെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചു. കർത്താവെ ക്രിസ്മസ് ഇല്ലാത്ത ദമ്പതികളുണ്ട് ഈശോയെ. അകന്ന് കഴിയുന്നവര്, വിവാഹം വേർപെടാൻ പോകുന്നവര്, വേർപെട്ട് ജീവിക്കുന്നവര്, സഹിക്കാൻ ആരുമില്ലാത്തവര്, എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് പോലും അറിയാൻ പാല വിഷമിക്കുന്നവര്, അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഈ ആരാധന ഓർക്കുന്ന കർത്താവെ. അവർക്ക് സ്നേഹത്തിൻ്റെ സന്ധിപ്പിൻ്റെ ഒരുമയുടെ കൂട്ടായ്മയുടെ കർത്താവ് വലതുകരം നീ കൊടുക്കണമേ. അവർക്കും ഒരു ജീവിതം നൽകി അവരെ സന്ധിക്കണമേ. ജീവിത പങ്കാളികളില്ലാത്തവർ, കണ്ടുപിടിക്കാൻ കഴിയാത്തവർ, ഒറ്റയ്ക്ക് വിഷമിക്കുന്നവരെല്ലാം കർത്താവെ ഈ ക്രിസ്മസിൽ അവർക്ക് നീ സന്തോഷം നൽകണമേ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിവാഹബന്ധം വേർപെട്ടു നിൽക്കുന്ന മക്കള്, കോടതി കേസുകളിലായിരിക്കും നിറയണമേ, ഈശോയെ നിറയണമേ. കർത്താവെ ഒരുമിപ്പിക്കണമേ, സ്നേഹം പകരയണമേ, അവരിൽ സന്തോഷം സ്നേഹവും നിറയ്ക്കണമേ. ഈശോയെ തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഒന്നിക്കണമേ. നേരവും ആരാധനയും സ്തുതിയും നല്ലവനായ ഈശോയെ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷം ലഭിക്കാതെ സ്വന്തം മക്കൾ തന്നെ ദുർനടപ്പിലും തെറ്റായ ബന്ധങ്ങളിലുമൊക്കെ പോയി ദുശ്ശീലങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളെ പ്രതി വേദനിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സാന്ത്വനവും ആ മക്കളുടെ മേൽ വലിയ കർത്താവിൻ്റെ വിടുതലും നൽകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വഴിപെട്ട ജീവിതത്തിലായിരിക്കുന്ന മക്കള്, തെറ്റായ കൂട്ടുകെട്ടിൽ കഴിയുന്ന മക്കള്,
പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ മക്കളെ കർത്താവെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൊബൈൽ അഡിക്റ്റായ മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ മക്കളെ സ്പർശിക്കണമേ, അവരിൽ സ്നേഹം നിറയണമേ, അവരിൽ ദൈവസ്നേഹം നിറയണമേ. ഈശോ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പ്രാർത്ഥനകളെല്ലാം പുൽത്തൊട്ടിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് പൊന്നും ഇറയും കുന്തിരിക്കും പോലെ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. അവൻ നമ്മളെ വീണ്ടെടുക്കും. പരിശുദ്ധമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപുത്രനെ ഉദരത്തിൽ സ്വീകരിച്ചപ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും വിട്ടുപോയി. അതൊന്നും പരിഗണിച്ചില്ല. ഈ ക്രിസ്മസ് പുലരിയിൽ നമ്മൾ പിണങ്ങിയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അകന്നുപോയ ബന്ധങ്ങളുണ്ട്, തകർക്കപ്പെട്ട ബന്ധികളുണ്ട്. അതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ഈശോയെ നമുക്ക് വരവേൽക്കാം. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എന്നെ മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ ഇതാ ദൈവത്തിന്റെ ശക്തി നിറയണമെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അകന്ന കുടുംബങ്ങള്, അകന്നുപോയ വ്യക്തികള്, സംസാരമില്ലാത്ത വ്യക്തികള്, എല്ലാ അയൽപക്കങ്ങള്, സഹോദര ബന്ധങ്ങള്, ബന്ധുകൂട്ടുകാരുമായിട്ടുള്ള അകൽച്ചകള്, എല്ലാത്തിലും ഈശോ നിറയട്ടെ. കർത്താവേ, ക്രിസ്മസ് കുടുംബത്തിന്റെ മഹോത്സവം സന്തോഷപൂർവ്വം ആശീർവദിക്കണമേ. ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.